ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വലിയ ക്യാമ്പയിൻ പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വീടുകൾ സന്ദർശിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടവരുത്തിയ സാഹചര്യം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ല. അത്തരമൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി വിലയിരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചു വരികയാണ്. ജനങ്ങളുമായി സംവദിച്ചപ്പോൾ ഒരാളും ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും പൊതുവെ ജനങ്ങൾക്ക് സ്വീകാര്യമായ നിലയിലാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നത ആരും തന്നെ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും തുടരാൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത്തരം കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ള നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു വരികയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമായ നിലയിൽ അതിവിപുലമായ പ്രചാരവേല കേരളത്തിൽ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി 3 പ്രചരണ ജാഥകൾ കേരളത്തിൽ പര്യടനം നടത്തുകയാണ്. വടക്കൻ മേഖലാ ജാഥ CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ നേതൃത്വം നൽകുന്നുണ്ട്. മധ്യമേഖലാ ജാഥ കേരളത്തിൻ്റെ മധ്യമേഖലാ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി നേതൃത്വം നൽകണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. തെക്കൻ മേഖലാ ജാഥ തെക്കൻ ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥയാണത്. ആ ജാഥയ്ക്ക് സഖാ ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേതൃത്വം നൽകണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഈ 3 ജാഥകളും വ്യത്യസ്ത തീയതികളിലാണ് പര്യടനം ആരംഭിക്കുന്നത്. ഗോവിന്ദ മാഷ് നേതൃത്വം കൊടുക്കുന്ന ജാഥ ഫെബ്രുവരി 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ജാഥ ഫെബ്രുവരി 4-ന് ഉദ്ഘാടനം ചെയ്യും. ഇങ്ങനെ വ്യത്യസ്ത തീയതികളിലാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ഗോവിന്ദ മാഷ് നേതൃത്വം നൽകുന്ന ജാഥയാണ് പേരാമ്പ്രയിൽ എത്തിച്ചേരുന്നത്. ഈ ജാഥ പേരാമ്പ്രയിലെത്തുന്നത് 7-ാം തീയതി ഫെബ്രുവരി 7-ന് രാവിലെ 10 മണിക്കാണ്. ഉച്ചയ്ക്ക് മുമ്പ് ഒരു പരിപാടിയും ഉച്ചയ്ക്ക് ശേഷം 3 പരിപാടികൾ എന്ന നിലയിലാണ് ജാഥ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിലുള്ള സ്വീകരണ പരിപാടിയും ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പേരാമ്പ്രയിലെത്തുന്ന ജാഥ 7-ാം തീയതി രാവിലെ 10 മണിക്കാണ്. മണ്ഡലത്തിൽ നിന്ന് 10,000 പേരെങ്കിലും പങ്കെടുക്കാവുന്ന നിലയിലുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ മണ്ഡലം കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ജനമുന്നേറ്റമാണ്. ഈ സംസ്ഥാന തലത്തിലുള്ള ഈ ജാഥയുടെ ഭാഗമായി തന്നെ ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ കൂടുതൽ ജനങ്ങളിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി അസംബ്ലി മണ്ഡലാടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരുള്ള മണ്ഡലങ്ങളിലെല്ലാം MLA-മാരുടെ നേതൃത്വത്തിൽ ജാഥ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരില്ലാത്ത മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് നേതൃത്വം നൽകുക.
ഏതു പാർട്ടിയാണോ ഈ മണ്ഡലങ്ങൾ മത്സരിച്ചത്, തെരഞ്ഞെടുപ്പിൽ നിന്നത്, ആ പാർട്ടിയുടെ പ്രതിനിധിയായിരിക്കും ജാഥയ്ക്ക് നേതൃത്വം നൽകുക.